ദൈവനാമത്തിന് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി വെളിപ്പാട് പുസ്തക പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ 7 ഭാഗങ്ങളായി തിരിച്ചാണ് നമ്മൾ ഈ പുസ്തകം പഠിക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 1-ാം ഭാഗത്തിലെ വിഷയം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സഭകൾക്ക് നൽകുന്ന ദൂതാണ്. 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ മുഖവുരയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അതവന് കൊടുത്തു. അവന് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന അർത്ഥപൂർണവും ഏറ്റവും അനുയോജ്യമായ ടൈറ്റിൽ. പിതാവായ ദൈവം തൻ്റെ വചനം പുത്രനായ യേശു ക്രിസ്തുവിന് വെളിപ്പാടായി നൽകിയിരിക്കുകയാണ്. ഈ സ്വർഗീയ വെളിപ്പാടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവിടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനാണ് ഈ വെളിപ്പാട് പുത്രന് നൽകിയതെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് വായിക്കുന്നു: തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി കം ടു പാസ്. താമസിയാതെ തന്നെ സംഭവിക്കാനുള്ളത്. ഇതിൻ്റെ 3-ാം വാക്യം കൂടെ കൂട്ടി വായിച്ചാൽ ആശയം നമുക്ക് പെട്ടെന്ന് വ്യക്തമാകും. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ നിറവേറാൻ സമയം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ചുരുക്കം. ഇതിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 22-ാം അധ്യായം 10-ാം വാക്യം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഇവിടെയും പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനം നിറവേറാൻ സമയമെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ പ്രവചനം മുദ്രയിടരുതെന്നാണ്. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന് വെളിപ്പാട് ലഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ഇതിലെ പ്രവചനങ്ങൾ നിറവേറി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ആരാണ് ദൈവത്തിൻ്റെ ദാസന്മാർ? പഴയ നിയമത്തിൽ അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ഇവരെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് യാക്കോബ് 1:1 ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. യാക്കോബ് അപ്പോസ്തലൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസൻ എന്നാണ്. മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. തൻ്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് പറയുന്നത് താൻ ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമാണെന്നാണ്. എന്നാൽ വിശ്വാസികളെ പൊതുവായി ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാം. റോമാലേഖനം 6:22 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനമാകുന്നു. പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവർ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവർ ആരാണ്?
യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ തന്നെ, അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസികൾ, ദൈവസഭ. അപ്പോൾ ദൈവം തൻ്റെ മക്കളായ തൻ്റെ ജനത്തിന്, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് നൽകുവാനാണ് ഈ വെളിപ്പാട് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ദർശനം കൊടുക്കുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയക്കുക എന്ന് കൽപ്പിച്ചത്. 11 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. വേഗത്തിൽ സംഭവപ്പാട് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അതവന് കൊടുത്തു. അല്ലെങ്കിൽ പുത്രന് കൊടുത്തു. ലോകത്തോടുള്ള ബന്ധത്തിൽ ദൈവൻ തൻ്റെ പുത്രൻ മുഖാന്തരം നിവർത്തിപ്പാനിരിക്കുന്ന തൻ്റെ പദ്ധതികൾ പുത്രന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ 5:20. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഈ വലിയ പ്രവൃത്തികളും അവൻ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പിതാവിൽ നിന്നും പുത്രൻ ലഭിച്ച വെളിപ്പാട് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. വെളിപ്പാട് പുസ്തകം നമ്മുടെ പക്കൽ എത്തിച്ചേർന്ന വിധം ഇങ്ങനെയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് നൽകി. പുത്രൻ തൻ്റെ ദൂതനെ അയച്ച് അപ്പോസ്തലനായ യോഹന്നാന് ദർശനങ്ങളായി കാണിച്ചു കൊടുത്തു. യോഹന്നാൻ അത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം എഴുതി സഭയ്ക്ക് നൽകി. അടുത്ത വാക്യത്തിൽ യോഹന്നാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് ആയിട്ടാണ് ഇത് സഭയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. 2-ാം വാക്യം. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച തൻ്റെ പദ്ധതികൾ പുത്രന് വെളിപ്പാടായി നൽകിയിരിക്കുകയാണ്. ഈ വെളിപ്പാടിൻ്റെ സാക്ഷ്യമാണ് പുത്രൻ തൻ്റെ ദൂതനിലൂടെ യോഹന്നാൻ സഭയ്ക്കും നൽകിയിരിക്കുന്നത്. കർത്താവും അപ്പോസ്തലനും ഈ പുസ്തകത്തിലൂടെ തന്നെ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കാം. 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ, വെളിപ്പാട് 22:16. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. അപ്പോൾ തന്നെ യോഹന്നാൻ സഭയോട് സാക്ഷീകരിച്ചിരിക്കുന്നത് വായിക്കാം. അധ്യായം 22:8-ാം വാക്യം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. അടുത്ത വാക്യം നമുക്ക് നോക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഈ പുസ്തകം മൂലമായി 3 കൂട്ടർ ഭാഗ്യാനുഗ്രഹം പ്രാപിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തേത് ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവർ. ആദ്യ നൂറ്റാണ്ടുകളിൽ ബൈബിളിൻ്റെ കയ്യെഴുത്തുപ്രതികളാണ് സഭകളിൽ ഉപയോഗിച്ചിരുന്നത്. വളരെ കുറച്ച് പ്രതികൾ മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ. ഒരു കോപ്പി തന്നെ പല സഭകളിൽ കൊണ്ടുപോയി വായിക്കണമായിരുന്നു. അങ്ങനെ സഭകളിൽ ബൈബിളിൻ്റെ കയ്യെഴുത്തുപ്രതി കൊണ്ടുപോയി വായിച്ച് കേൾപ്പിക്കുന്നവർക്കാണ് ഈ ഭാഗ്യാനുഗ്രഹം ലഭിക്കുന്നത്. രണ്ടാമത്തേത് ഈ പുസ്തകത്തിലെ വചനം വായിച്ച് കേൾക്കുന്നവർ. മൂന്നാമതായി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ. ഈ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് 7 പ്രാവശ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാക്യങ്ങൾ ഞാൻ പറയാം. സ്ക്രീനിൽ അത് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി വായിക്കാവുന്നതാണ്. വാക്യം ഞാൻ പറയുന്നു. വെളിപ്പാട് പുസ്തകം 1:3, 14:13, 16:15, 19:9, 20:6, 22:7, 22:14 പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ
ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ഇനി നമുക്ക് 4ഉം 5ഉം വാക്യങ്ങൾ ഒന്നിച്ചു നോക്കാം. 4-ാം വാക്യം: യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 7 സഭകൾക്കുള്ള ആശംസ അറിയിച്ചിരിക്കുകയാണ് അപ്പോസ്തലൻ ഇവിടെ. സഭ ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. എഫെസുസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക. ഏഷ്യയിലെ റോമൻ അധിനിവേശ പ്രദേശത്താണ് ഈ 7 സഭകളും സ്ഥിതി ചെയ്തിരുന്നത്. 7 എന്നത് പൂർണ്ണതയെ കുറിക്കുന്ന പ്രതീകാത്മക സംഖ്യയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. 7 സഭകൾ എന്നാൽ എല്ലാ പ്രാദേശിക സഭകളും എന്ന് മനസ്സിലാക്കാം. അപ്പോസ്തലൻ എല്ലാ സഭകൾക്കുമാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ മറ്റു ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ആശംസാ വചനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റ് ലേഖനങ്ങളിൽ നിന്നും 1-2 ഉദാഹരണങ്ങൾ ഞാൻ വായിക്കാം. റോമാലേഖനം 1:4: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇനി 2 യോഹന്നാൻ 1:3: പിതാവായ ദൈവത്തിൽ നിന്നും പിതാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മളോട് ഇരിക്കുമാറാകട്ടെ. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നുമാണ് കൃപയും സമാധാനവും സഭയ്ക്ക് ആശംസിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ, ഇതാരെയാണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 4:8: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ സർവശക്തിയുള്ള കർത്താവായ ദൈവം ആണെന്നാണ്. ഈ സർവശക്തനായ ദൈവത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ നിത്യ അസ്തിത്വത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, വർത്തമാന ഭൂത ഭാവി കാലങ്ങളിൽ ആകുന്നവൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവം, അല്ലെങ്കിൽ കാലത്തിന് അതീതനായ ദൈവം, അനാദിയായും ശാശ്വതമായും ദൈവമായവൻ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. 7 ആത്മാക്കൾ, ദൈവസിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കൾ. 2-3 വാക്യങ്ങൾ കൂടി വായിച്ച് നമുക്ക് ഈ ഭാഗം ചിന്തിക്കാം. വെളിപ്പാട് 4:5 വാക്യം: സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ളത് ദൈവത്തിൻ്റെ 7 ആത്മാക്കളാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 7 ദീപങ്ങളായി അവയെ കാണിച്ചിരിക്കുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് 5:6: ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ഇവിടെയും 7 ദൈവാത്മാക്കളെന്നും പറഞ്ഞിരിക്കുന്നു. അവ സർവ്വഭൂമിയിലേക്കും
അയച്ചിരിക്കുന്ന കുഞ്ഞാടിൻ്റെ 7 കണ്ണായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാക്കളെ കുറിച്ചാണ്. ദൈവത്തിന് 7 ആത്മാക്കളുണ്ടോ? നമുക്കൊരു വാക്യം വായിക്കാം. ഏശയ്യാ 11:2. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് യഹോവയായ ദൈവത്തിന് 7 ആത്മാക്കളുണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ആ വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മേൽ ആവസിച്ച യഹോവയുടെ ആത്മാവിൻ്റെ വിശേഷങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകാം. വെളിപ്പാട് പുസ്തകത്തിൽ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ സഭകളിലും വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പൂർണ്ണതയാണ്. അല്ലാതെ ദൈവത്തിന് 7 ആത്മാക്കളുണ്ടെന്നല്ല. ഇനി വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാണ്, അല്ലെങ്കിൽ സത്യസാക്ഷി. യോഹന്നാൻ 18:37 കർത്താവ് പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. ഈ സത്യമെന്താണ്? യോഹന്നാൻ 17:17 കർത്താവിൻ്റെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, പിതാവായ ദൈവത്തിൽ നിന്നും വെളിപ്പാടായി പുത്രൻ ലഭിച്ച ദൈവത്തിൻ്റെ വചനവും ആ വചനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമാണ് താൻ സാക്ഷീകരിച്ചിരിക്കുന്നതെന്നാണ്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യോഹന്നാൻ 5:19 വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവന് തന്നെ ചെയ്യുന്നു. പിതാവ് കാണിക്കുന്നതല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കാത്ത ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാണ് പുത്രനായ യേശുക്രിസ്തു. അടുത്തത്, അവൻ മരിച്ചവരിൽ ആദിജാതൻ. കൊലോസ്യർ 1:18 ഇങ്ങനെ പറയുന്നു, സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും എന്നേക്കുമായി ആദ്യമായി എഴുന്നേറ്റവൻ ആണ്. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, രാജാക്കന്മാരുടെ രാജാവ്, അല്ലെങ്കിൽ രാജാതി രാജാവ്. വെളിപ്പാട് പുസ്തകം 19:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു ഇന്ന് രാജാവാണോ? ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇവിടെ വിടുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോസ്തലന്റെ ആശംസാവചനം ഒരിക്കൽ കൂടി ഞാനിവിടെ വായിക്കാം. 4ഉം 5ഉം വാക്യങ്ങൾ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനു മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷ്യം മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോസ്തലൻ ഇവിടെ ആശംസിക്കുന്നത് കൃപയും സമാധാനവുമാണ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ഔദാര്യമാണ്. ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ ദൈവം നൽകുന്ന ദാനമാണ് കൃപ. സമാധാനം എന്നാൽ കൃപ ലഭിച്ച മനുഷ്യന് തൻ്റെ ഹൃദയത്തിൽ അനുഭവവേദ്യമാകുന്ന ദിവ്യ അനുഭവമാണ് സമാധാനം. കൃപയും സമാധാനവും തമ്മിൽ നിരന്തരം വർദ്ധിച്ചു വരേണ്ടതാണ്. വിശ്വാസ ജീവിതത്തിലെ എല്ലാ വഴികളിലും തളരാതെ മുന്നേറുവാൻ
ദൈവകൃപയും ദിവ്യസമാധാനവും നമ്മെ പ്രാപ്തരാക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ സഭയ്ക്ക് എഴുതുമ്പോൾ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് ആശംസിച്ചിരിക്കുന്നത്. 2 പത്രോസ് 1:2 ഞാനത് വായിക്കാം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ലേഖനങ്ങളിൽ മിക്കതിലും പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഇവിടെ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും എന്ന ഓർഡർ കാണുന്നുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിമഹത്തായ പ്രാധാന്യത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും സഭയുടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും സമാധാനവും നമ്മിൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.